ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ശ്രമങ്ങൾക്ക് ശേഷം താഴെയിറക്കി. പശ്ചിമ ബംഗാൾ സ്വദേശിയായ യുവാവിനെ RPF ഉദ്യോഗസ്ഥരാണ് കീഴടക്കിയത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. 2-3 നമ്പർ പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരയിൽ കയറിയ യുവാവ് റെയിൽവേയുടെ ഓവർഹെഡ് വൈദ്യുത ലൈനിലേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കി. ഉദ്യോഗസ്ഥർ അടുത്തെത്താൻ ശ്രമിച്ചപ്പോൾ ആരെങ്കിലും സമീപിച്ചാൽ ഉടൻ ചാടുമെന്ന് വിളിച്ചു പറഞ്ഞു. അപകടം ഒഴിവാക്കാനായി വൈദ്യുത ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കേണ്ടി വന്നു. ഇതോടെ എറണാകുളം തൃശൂർ എറണാകുളം റൂട്ടുകളിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും യുവാവിനെ താഴെ ഇറക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. തുടർന്ന് വീട്ടുകാരെ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടെ യുവാവിന്റെ ശ്രദ്ധ മാറിയപ്പോൾ RPF ഉദ്യോഗസ്ഥർ പാലത്തിൽ നിന്ന് മേൽക്കൂരയിലേക്ക് ചാടിയിറങ്ങി യുവാവിനെ കീഴടക്കി സുരക്ഷിതമായി താഴെ ഇറക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് 3/4 മണിക്കൂറോളം ആലുവ വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിലച്ചു. ദീർഘദൂര ട്രെയിനുകളടക്കം പല സ്റ്റേഷനുകളിലായി തടഞ്ഞു. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടിയത്. ആത്മഹത്യാ ഭീഷണിയോടെ സ്റ്റേഷനിലെ മേൽക്കൂരയിൽ കയറിയ യുവാവിന്റെ നീക്കം യാത്രക്കാരെയും അധികൃതരെയും ആശങ്കയിലാഴ്ത്തിയെങ്കിലും RPF ഉദ്യോഗസ്ഥരുടെ ത്വരിതമായ ഇടപെടലോടെ അപകടം ഒഴിവാക്കാനായി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.